ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? എല്ലാവരും ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലൊക്കെ ഒരുപാട് ദിവസം നിന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? 2 മാസത്തെ വെക്കേഷൻ ആയതുകൊണ്ട് മദ്രസ ഇല്ലാത്തവർ ഈ 2 മാസം ഫുള്ളായിട്ട് സ്വന്തം വീട്ടിൽ പോയി നിന്നവരുണ്ടാവാം. അതല്ല, മദ്രസ ഉള്ളവരാണെങ്കിൽ മദ്രസിൻ്റെ ലീവിനനുസരിച്ച് സ്കൂളിലാത്തത് കാരണം സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് പോയി നിന്നവരുണ്ടാവാം. നമ്മളൊക്കെ ഈ വെക്കേഷനായിട്ട് സ്വന്തം വീട്ടിലൊക്കെ പോയി നിന്ന് അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് വരുമ്പോൾ നമ്മൾ എഴുതും എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും പോയി നിൽക്കുന്നവരാണ്, ഇങ്ങനെ സന്തോഷിച്ച് വരുന്നവരാണെന്നൊക്കെ. എന്നാൽ നമ്മളിൽ പലരും സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ കഴിയാത്ത ഈ വെക്കേഷനായിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ കഴിയാതെ ആ വീട്ടിൽ തന്നെ വെക്കേഷൻ കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ അടുത്ത് പരിചയമുള്ള 2-3 സഹോദരിമാരെ ഞാൻ കാണാനിടയായി. നമ്മൾ പൊതുവേ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. വെക്കേഷനൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലേക്കൊക്കെ പോയില്ലേ എന്നൊക്കെ ചോദിക്കൂലേ? പൊതുവേ ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ ചോദിക്കുക. അങ്ങനെ ഞാൻ ഈ 2-3 സഹോദരിമാരോടും ചോദിച്ചു. ഒരുപാട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ പോയി നിന്നു പോന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തേ നിങ്ങൾ പോകാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, പിന്നെ സഹോദരങ്ങളുടെ വീടാണുള്ളത്, അവരുടെ വൈഫും കുട്ടികളായിട്ട് അവരങ്ങനെ കയ്യാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറാണ്, അവർക്കൊരു ഇഷ്ടമില്ലാത്ത മാതിരിയൊക്കെ തോന്നും, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല, അവർ ഞങ്ങളെ വിളിക്കലുമില്ല എന്ന് പറഞ്ഞു. സാധാരണയായിട്ട് നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണെങ്കിൽ നമ്മളൊരു സ്കൂൾ മദ്രസ ഇല്ലാത്തൊരു ദിവസം അവർ നോക്കി നിൽക്കും. എന്നിട്ട് അവർ തലേ ദിവസം തന്നെ വിളിക്കും, നാളെ സ്കൂളില്ലല്ലോ, മദ്രസ ഇല്ലല്ലോ, നിങ്ങൾ വിരുന്ന് പാർക്കാൻ വരുന്നില്ലേ ചോദിക്കും. പക്ഷേ ഉമ്മയും ഉപ്പയും ഇല്ലാത്തൊരു കാലം അങ്ങനെ വിളിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി നിൽക്കലില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, മക്കൾക്കൊക്കെ ഭയങ്കര പൂതിയാണ്. അടുത്ത വീട്ടുകളിലെയും കുടുംബങ്ങളിലെയൊക്കെ കുട്ടികളൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുകയെന്ന് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു പൂതിയും ആഗ്രഹമൊക്കെയാണ്. അവരെന്നോട് ഇങ്ങനെ ചോദിക്കും, പിന്നെ ഉമ്മച്ചേ നമ്മളെന്താ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകാത്തതെന്നൊക്കെ. പക്ഷേ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു ഇടങ്ങേറാവും. നേരെ മറിച്ച് നമ്മളെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് നമ്മൾ പോയി 2-3 ദിവസം നിന്ന് വരികയാണെങ്കിൽ നമുക്കതൊരു സന്തോഷമാണ്. പക്ഷെ അവരെന്നെ അങ്ങനെ വിളിക്കാറില്ല എന്ന് അവർ പറഞ്ഞത്. ശരിക്കും എനിക്ക് ആ സഹോദരിമാരുടെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയും സങ്കടമാണ് വന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പാൻ്റെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ സംബന്ധിച്ച് ഉപ്പയാണ് ഒരു താങ്ങും തണലൊക്കെ. ഭർത്താക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും താങ്ങും തണലും നമ്മുടെ ഉപ്പമാരാണ്. ഒരു സമാധാനം, അവിടെ എന്തെങ്കിലും നമ്മുടെ കല്യാണം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപ്പയുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. പക്ഷേ ഉപ്പാൻ്റെ സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ആ ധൈര്യം തരാനുള്ളത്, നമുക്കൊരു സമാധാനമുള്ളത് നമ്മുടെ ആങ്ങളമാരുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ അവർ സ്നേഹമില്ലാത്ത ഇങ്ങനെയുള്ള ആങ്ങളമാരാണെങ്കിൽ പിന്നെ ആ ഒരു സഹോദരിയുടെ കാര്യം പറയാനുണ്ടോ? നമുക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമ്മളുടെ ഭർത്താക്കന്മാരോട് പറയാൻ മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് നേരെ നമ്മുടെ ഉപ്പാനോടാണ് പറയുക അല്ലേ? സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഉപ്പാനോട് പറയും, ഇല്ലാത്തതാണെങ്കിൽ പിന്നെ നമ്മളുപ്പാനെ കൊണ്ടും കഴിയൂലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സമാധാനിച്ച് നിൽക്കും. പക്ഷേ ഇങ്ങനൊരു ഉപ്പാർ ഇല്ലാത്തൊരു സമയത്ത് പിന്നെ നമ്മൾ ആരോടാ പറയുക? നമ്മുടെ ആങ്ങളമാരോടല്ലേ. ഉപ്പയുടെ സ്ഥാനത്ത് താങ്ങും തണലായും നിൽക്കേണ്ടത് പിന്നെ ആങ്ങളമാരാണ്. എൻ്റെ വേറൊരു കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, വെക്കേഷനൊക്കെ ആയിട്ട് നീ വീട്ടിലേക്ക് പോയില്ലേ എന്ന്. അപ്പോൾ അവളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉപ്പ മരിച്ചിട്ട് ഉമ്മ ഒറ്റക്കായപ്പോൾ ആങ്ങളമാർ വിളിച്ചിരുന്നു. ആങ്ങളെ വിളിച്ചിരുന്നു. അവർ ആങ്ങളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവർക്ക് എവിടേക്കെങ്കിലും പോകാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചിരുന്നു. പിന്നെ ഉമ്മാക്ക് ആരോഗ്യമില്ലാതെ അസുഖമായി വന്നപ്പോൾ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട്, ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും വിളിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ ഉമ്മ മരിച്ചുപോയി. മരിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഞാൻ ചെല്ലേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് എന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞു. ഉപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഞങ്ങൾ 3 പെൺമക്കളാണ്. ഒരാൾ അവിടേക്ക് ചെല്ലുമ്പോൾ മറ്റ് 2 പെങ്ങന്മാരെ വിളിക്കും, സഹോദരിമാരെ വിളിച്ചിട്ട് നീ വരുന്നില്ലേ, ഞാൻ ഇന്ന് പോവുകയാണെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു പോയി നിന്നിരുന്നത്. അന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഇപ്പോൾ ഞങ്ങൾ സഹോദരിമാർ ഒരുമിച്ച് കൂടേണ്ട ഒരു ആവശ്യത്തിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു സഹോദരിയുടെ വീട്ടിലാണ് നിൽക്കാറ്. ഞാനെപ്പോഴും കരുതും, ആ സഹോദരി എന്നോട് പറയുകയാണ്, ഞാനെപ്പോഴും കരുതും എനിക്ക് ഇണതുണയായിട്ട് വേറെ 2 സഹോദരിമാരില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടിരുന്നു എന്ന്. പെങ്ങന്മാരുള്ള പ്രിയ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായി ജനിച്ച് ഒരേ വീട്ടിൽ വളർന്ന് ഒരേ വീട്ടിൽ കളിച്ച് വളർന്ന് ഉണ്ടായവരാണ് നിങ്ങൾ. നിങ്ങളുടെ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് ഭർത്താവും കുട്ടികളും വീടുമൊക്കെ ആയിട്ട് വേറെ താമസിക്കുന്നവരാവാം. നിങ്ങളും തന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാവാം. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലമായാലും അല്ലെങ്കിലും അവർ മരിച്ചുപോയ കാലമാണെങ്കിലും ശരി, നിങ്ങൾ സ്കൂളില്ലാത്ത ഇങ്ങനെയുള്ള വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങളുടെ പെങ്ങന്മാരെ ഒന്ന് വിളിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, സ്കൂളൊന്നുമില്ലല്ലോ, നീ എന്താ വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോയിക്കോ എന്നൊക്കെ പറയണം. പറ്റുമെങ്കിൽ അവരെ അവരുടെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങളുടെ പെങ്ങന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം സന്തോഷത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ അവരോട് പെരുമാറേണ്ടത്. സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും പെരുമാറണം.
അവർക്ക് തോന്നരുത് നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ട് എന്നുള്ളത്. അവർ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരമൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയോ ചെയ്യാം. പറ്റുമെങ്കിൽ ചെറിയൊരു ട്രിപ്പ്, അടുത്തെവിടേക്കെങ്കിലും ചെറിയൊരു ട്രിപ്പ് പോകാം. അവരുമായി നമ്മുടെ ഉമ്മാൻ്റെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് പോകാം, ഉപ്പാൻ്റെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് പോകാം. അങ്ങനെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. എപ്പോഴൊന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഒരു വെക്കേഷൻ വരുമ്പോഴല്ലേ അവർ വന്ന് നിൽക്കുന്നുള്ളൂ. എൻ്റെ പ്രിയ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ പെങ്ങന്മാർ വന്നു നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ പെങ്ങളാണ്, നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടതാണ്, അവർക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട് തൻ്റെ സഹോദരിയായി അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ അവരോട് പറയണം. നാളെ അവർക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് അവരുടെ വീട്ടിലേക്ക് ഇതുപോലെ കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആങ്ങളമാരില്ലാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ എങ്ങനെയുണ്ടാകും? ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പെങ്ങന്മാരെ നിറഞ്ഞ മനസ്സോടു കൂടി നോക്കിയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അനുഗ്രഹവും ഐശ്വര്യവും വർക്കത്തൊക്കെ കിട്ടുട്ടോ. ഞാൻ ഒരുപാട് ആങ്ങളമാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. 2, 3, 4 ഒക്കെ പെങ്ങന്മാരിലെ ആങ്ങളമാർ. അവർ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ പെങ്ങന്മാരെയും അവരുടെ മക്കളെയൊക്കെ വിളിക്കും. അവർക്കതൊരു സന്തോഷമാണ്. വിളിച്ചിട്ട് ഇടയ്ക്ക് ഈ ശനി ഞായർ ദിവസങ്ങൾ വന്നാൽ തന്നെ അവർ വിളിക്കും, വന്നിട്ട് നിൽക്കാൻ പറയും. അത് നല്ല ഫുഡുകളൊക്കെ വാങ്ങി കഴിച്ചിട്ടും ഉണ്ടാക്കി കഴിച്ചിട്ടും അവരതൊരു എൻജോയ് ആയിട്ട് കാണുകയാണ്. എന്നിട്ട് ചെറിയ ട്രിപ്പ് പോകും. അങ്ങനെയൊക്കെയാണ്. അതൊരു സന്തോഷത്തിൽ ആണ് അവർ കാണുന്നത്. ഒരു 5 പൈസ പോലും ഈ പെങ്ങന്മാരെ കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നാൽ അവർ ചിലവാക്കാൻ അയക്കില്ല. അതിൻ്റെ ഒരു അനുഗ്രഹവും വർക്കത്തും വെച്ചടി കയറ്റെന്നല്ലാതെ അവർക്കൊരു ഇടങ്ങോറോ ബുദ്ധിമുട്ടോ ഒന്നും ഇതുവരെ പടച്ചവനും കൊടുത്തിട്ടില്ല. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ പെങ്ങന്മാരെ വിളിച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടിയൊക്കെ ഒന്ന് കൂടി നോക്കൂ. നിങ്ങൾക്കും താനെ ഐശ്വര്യവും വർക്കത്തും അല്ലാതെ തരുന്നത് കാണാം. പക്ഷേ നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടി വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ. നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ അവർക്ക് വീടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ല ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ കിടന്നുറങ്ങാൻ നല്ല കട്ടിലും ബെഡും ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല നിങ്ങളുടെ അടുത്തേക്ക് അവർ താമസിക്കാൻ വരുന്നത്. സ്വന്തം വീട്ടിലേക്കൊന്ന് വിരുന്ന് പോവുക, അവിടെ നമ്മളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകുക, അവിടെ സന്തോഷത്തോടു കൂടി കുറച്ച് ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പെങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആങ്ങളെയും പെങ്ങളും ഉള്ള ബന്ധം ഈ ഭൂമിയിലെ ഏറ്റവും നിർമ്മലവും മനോഹരവുമായ ഒരു ബന്ധമാണ്. ഒരേ ഉദരത്തിൽ ജനിച്ച് ഒരേ വീട്ടിൽ വളർന്ന് ഒന്നിച്ച് കളിച്ച് വലുതാകുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം വാക്കുകൾക്കും അപ്പുറമാണ്. ഇസ്ലാം ഈ രക്തബന്ധത്തിന് വലിയ പവിത്രതയും ആദരവും നൽകിയിട്ടുണ്ട്. ഇസ്ലാം ശരീഅത്ത് നിയമപ്രകാരം ആങ്ങളെയും പെങ്ങളുമുള്ള ബന്ധം മഹറമാണ്. അതായത് അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാൻ എന്നേക്കുമായി നിഷിദ്ധമാണ്. ഈ പദവി അവർക്ക് നൽകുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമാണ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഉപ്പ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാവലും തണലും അവളുടെ ആങ്ങളെയാണ്. ഇസ്ലാമിൽ പുരുഷന് സ്ത്രീക്കുമേൽ സാമ്പത്തികമായ വലിയ ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പിതാവിൻ്റെ അഭാവത്തിൽ സ്വന്തമായി വരുമാനമില്ലാത്ത പെങ്ങളുടെ പൂർണ്ണ സംരക്ഷിത ചുമതലയും അവളുടെ സാമ്പത്തിക ബാധ്യതയും ഇസ്ലാം ഏൽപ്പിക്കുന്നത് അവളുടെ സഹോദരനെയാണ്. അവളുടെ വസ്ത്രം, ഭക്ഷണം, താമസം, വിവാഹം തുടങ്ങി എല്ലാ കാര്യങ്ങളും തണലായി നിൽക്കേണ്ടത് ആങ്ങളയുടെ കടമയാണ്. സ്വന്തം പെങ്ങന്മാരെ നല്ല രീതിയിൽ വളർത്തുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് പ്രവാചകൻ സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് സഹോദരങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് ഹലീമ എന്ന സ്ത്രീയാണ് മുലയൂട്ടി വളർത്തിയത്. ഹലീമയുടെ മകളായ സെയ്മാഹ് ആയിരുന്നു പ്രവാചകൻ്റെ വളർത്തു സഹോദരി. കുട്ടിക്കാലത്ത് മുഹമ്മദ് നബിയെ താരാട്ടുപാടിയും എടുത്തു നടന്നതുമെല്ലാം ഷെയ്മാഹ് ആയിരുന്നു. ഒരുപാട് സ്നേഹിച്ചിരുന്നു നബിയെ ഷെയ്മാഹ്. വർഷങ്ങൾക്ക് ശേഷം ഹുസൈൻ യുദ്ധകാലത്ത് ഷെയ്മാഹ് മുസ്ലിങ്ങളുടെ പിടിയിലാവുകയും തടവുകാരിയായി പ്രവാചകൻ്റെ മുന്നിൽ എത്തിപ്പെടുകയും ചെയ്തു. താൻ പ്രവാചകൻ്റെ ഒപ്പനണങ്ങിയ സഹോദരിയാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. അതിന് തെളിവായി കുട്ടിക്കാലത്ത് പ്രവാചകൻ അവരുടെ തോളിൽ കടിച്ച പാട് കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ തിരിച്ചറിഞ്ഞ നിമിഷം പ്രവാചകൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടുന്ന് ആദരവോടെ തൻ്റെ മേൽവസ്ത്രം അഥവാ തട്ടം മണ്ണിൽ വിരിച്ച് അതിൽ സഹോദരിയെ ഇരുത്തി അവർക്ക് ധാരാളം സമ്മാനങ്ങളും ഒട്ടകങ്ങളെയും നൽകി സർവ്വസ്വാതന്ത്ര്യത്തോടെയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചു. സഹോദരിയോട് കാണിക്കേണ്ട ആദരവിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിവിടെ കാണിച്ചു തന്നത്. ഒരേ ചോരയിൽ പിറന്ന സഹോദരിയുടെ കണ്ണീര് വീയാൻ ഒരാങ്ങളുടെയും കാരണമാകരുത്. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കുന്നവനാകണം ആങ്ങള. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരലോകത്ത് ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും നമ്മുടെ സഹോദര ബന്ധങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.